വിഴിഞ്ഞം തീരം തൊട്ട് ആദ്യ ചരക്കു കപ്പൽ. ചൈനയിൽ നിന്നുള്ള ഡെൻമാർക്ക് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടുന്നതോടെ കാലങ്ങളായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ തുറമുഖത്തേക്ക് എത്തി. വാട്ടർ സല്യൂട്ട് നൽകിയാണ് വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിച്ചത്. ചെണ്ടമേളം ഒരുക്കി പ്രദേശവാസികളും അകമ്പടിയൊരുക്കി. മെസ്ക്ലൈൻ കപ്പൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സാൻ ഫെർണാണ്ടോ. 3000 കണ്ടെയ്നറുകളുമായാണ് ആദ്യ പടുകൂറ്റൻ കപ്പലായ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെത്തിയത്. നാളെ രാവിലെ വാട്ടർ സല്യൂട്ട് നൽകി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കപ്പലിനെ തുറമുഖത്തേക്ക് സ്വീകരിക്കും. ശേഷമാകും ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. 3000 കണ്ടെയ്നറുകളിൽ 1500 കണ്ടെയ്നറുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇറക്കും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും. പൊതുജനങ്ങൾക്കും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. കൃത്യമായ സമയക്രമം പാലിച്ചാണ് വിഴിഞ്ഞം തുറമുഖത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ആദ്യഘട്ട കമ്മീഷൻ സെപ്റ്റംബർ മാസത്തോടെ നടത്താനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ വൻ വികസന മുന്നേറ്റമാണ് സംസ്ഥാനത്തുണ്ടാവുകയെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 7:30 തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ 8:45 തീരമണഞ്ഞത്. കപ്പലിനെ സ്വീകരിക്കാനായി ഔട്ടർ ഏരിയയിലേക്ക് പോയ ടഗ് ബോട്ടുകൾക്കൊപ്പമാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്കെത്തിയത്. കരയെടുക്കുന്നതിന് മുൻപായി തന്നെ സാൻ ഫെർണാണ്ടോയുടെ നിയന്ത്രണം വിഴിഞ്ഞം തുറമുഖത്തിലെ ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുകയും ചെയ്തു. റഷ്യൻ സ്വദേശി ക്യാപ്റ്റൻ വോൾഡിമർ ബോണ്ട് ആരങ്കോയിൽ നിന്ന് പൈലറ്റ് തുഷാർ നിത്കറും സഹ പൈലറ്റ് സിബി ജോർജുമായിരുന്നു കപ്പലിനെ വിഴിഞ്ഞത്തേക്ക് നയിച്ചത്. കപ്പൽ തീരം തൊടുമ്പോൾ സംസ്ഥാന സർക്കാർ പ്രതിനിധിമാരായ മന്ത്രിമാരായ VN വാസവനും സജി ചെറിയാനും വിഴിഞ്ഞത്തുണ്ടാകും. നാളെയാണ് ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകുന്ന പരിപാടിയിൽ അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനിയും പങ്കെടുക്കുന്നതായിരിക്കും. ഇതിനുശേഷം സാൻ ഫെർണാണ്ടോ കൊളംബോയിലേക്ക് പുറപ്പെടും. നാളെയാണ് ഔദ്യോഗിക സ്വീകരണ ചടങ്ങെങ്കിലും ഇന്ന് തന്നെ കണ്ടെയ്നറുകളൊക്കെയും ഇറക്കി തുടങ്ങും. 3000-ഓളം കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത്. ഇതിറക്കാൻ ഒരു ദിവസം മതിയാകും. ബാക്കിയുള്ള കണ്ടെയ്നറുകളുമായി നാളെ വൈകിട്ട് കപ്പൽ യൂറോപ്പിലേക്കും തിരിക്കും. നാളെയോടെ തന്നെ കണ്ടെയ്നറുകൾ കയറ്റാനുള്ള ഫീഡർ വെസലുകളും തുറമുഖത്ത് എത്തിച്ചേരും. ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന STS യാർഡ് ട്രെയിനുകളാണ് ചരക്കിറക്കൽ ദൗത്യം നടത്തുന്നത്. സെപ്റ്റംബർ വരെ 3 മാസക്കാലം ട്രയൽ റൺ തുടരും. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞത്തേത്. 7700 കോടി രൂപയുടെ പദ്ധതിയാണ് വിഴിഞ്ഞത്തൊരുങ്ങുന്നത്. ചൈനയിൽ നിന്നെത്തിക്കുന്ന കണ്ടെയ്നറുകൾ അടുത്ത ദിവസങ്ങളിൽ വിഴിഞ്ഞത്തെത്തുന്ന കപ്പലുകളിൽ മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കും കൊണ്ടുപോകും. വലിയ കപ്പലിൽ നിന്നും ചെറു കപ്പലിലേക്കുള്ള ചരക്കു കയറ്റൽ നടത്തുന്നതിനായി 2 കപ്പലുകളും ജൂലൈയിൽ തന്നെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ലോകത്തെ ഏറ്റവും വലിയ കപ്പലും വിഴിഞ്ഞത്തെത്തുമെന്നാണ് അദാനി പോർട്സ് പറയുന്നത്. 2015 ഓഗസ്റ്റ് 15 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 9 വർഷങ്ങൾക്കിപ്പുറമാണ് യാഥാർത്ഥ്യമായത്. ഡ്രഡ്ജിംഗ് നടത്താതെ സ്വാഭാവികമായി തന്നെ 20 മീറ്റർ ആഴമുള്ള കപ്പൽച്ചാൽ എന്ന പ്രത്യേകതയാണ് വിഴിഞ്ഞത്തെ തുറമുഖത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിർണായകമായത്. ഇന്ത്യൻ തീരത്തിന്റെ മുനമ്പായി നിൽക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മറ്റ് തുറമുഖങ്ങളുമായി എളുപ്പം ബന്ധിപ്പിക്കാൻ സാധിക്കും എന്ന പ്രത്യേകതയും തുറമുഖത്തിനുണ്ട്. അതേസമയം 5000 തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെട്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ സമയത്തിനിടയിൽ പലപ്പോഴായി വിഴിഞ്ഞത്തെ പ്രദേശവാസികൾ സമരവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു.